എട്ടുപ്രായമായെന്ന് കരുതി ആരുടെങ്കിലും തല കെട്ടി വെക്കാൻ നോക്കുവാണോ? നിങ്ങളുടെ കാര്യം പോട്ടെ, ആ വന്നവനൊരു ബോധം വേണ്ടേ? കെട്ടിക്കാൻ രണ്ട് പിള്ളേരാവണ്ട പ്രായത്തിൽ പെണ്ണ് കാണാൻ വന്നേക്കുന്നു, നാണം ഇല്ലാത്തവൻ. എന്റെ ജീവിതം ഇങ്ങനെ തീരത്തെ ഉണ്ട് സതീഷേ. ഇനി ഞാനൊന്നും ഇല്ല പെണ്ണ് കാണാനൊന്നും. ഇന്നത്തോടെ നിർത്തി. എന്ത് കാര്യത്തിന് ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നത്? രമേശ, നീ വിഷമിക്കാതെ, നീ തുറന്നു അടിക്ക്, നിന്റെ എല്ലാ വിഷമങ്ങളും മാറും. നിനക്കുള്ള പെണ്ണ് എവിടെയോ കാത്തിരിപ്പുണ്ട് നീ. ഓ പിന്നെ കാത്തിരിക്കല്ല, പാത്തിരിക്കുക. എനിക്കിനി പെണ്ണില്ലടാ. 28 വയസ്സാകാറായ അഖിലേഷിന് പെണ്ണ് കിട്ടുന്നില്ല, പിന്നെ 40 വയസ്സാകാറായ എനിക്കിനി പെണ്ണ്. എടാ, കല്യാണത്തിന് പ്രായമൊന്നുമില്ലടാ. നിന്റെ സമയമാകുമ്പോൾ നിനക്കുള്ള വന്നു ചേരും. ഇനി എന്നാ? ഒരു മിനിറ്റ്. ഉടനെ ശരിയാവടാ. ഹലോ, അത് എത്ര രൂപ എൻ്റെ പോയെന്നറിയാവോ? ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? ഇവിടെ ഗതികേടുകൊണ്ടായി ചോദിക്കുന്നത്. ഇവിടെ ഒരു 2ാം ഘട്ടെങ്കിലും നിങ്ങളൊന്ന് ഒപ്പിച്ചതാ. പറ്റില്ലല്ലേ? എന്നാൽ നിങ്ങൾ എന്തെങ്കിലും കാണിക്കേ. എടാ രമേശ, ഒന്ന് വേഗം അടിച്ച ഗ്ലാസ് കടാ. നീ എന്തോ വരച്ചു നിൽക്കുക, ഞാനൊരു ചെറുതടിക്കട്ടെ. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നേ, എനിക്കിനി പെണ്ണ് കിട്ടത്തില്ലായിരിക്കും അല്ലേ? എടാ രമേശ, നീ ഒന്ന് സമാധാനപ്പെടാ, നമുക്കെല്ലാം ശരിയാകും. എങ്ങനെ ശരിയാക്കാനാണ്? ഒന്നും നടക്കാൻ പോകുന്നത്. കുറെ വീടുകളിൽ കയറി ഇറങ്ങി ചായയും മിക്സറും ബിസ്ക്കറ്റും അല്ലാതെ എന്തോ പ്രയോജനം? ഒരു പ്രയോജനമില്ല. പോരാത്തിന് പെമ്പിളാരുടെ വായുവിന് ഇഷ്ടമല്ലെന്നും കേൾക്കും. ഇത് കാരണം നമ്മൾ എത്ര രൂപയാണ് ഞാൻ ചിലവാക്കുന്നത്? യൂറോയിൽ തന്നെ എത്ര രൂപയാണ് കൊടുത്തേക്കുന്നത്? ഇതിൻ്റെ പേരിൽ എത്ര ലീവ് എടുക്കും? ഈ ലീവിൻ്റെ എല്ലാം സാലറി കട്ടാക്കും. കുറേ വർഷങ്ങളും പോയി, പ്രായവും പോയതല്ല, ഒരു പ്രയോജനം ഇല്ലാണ്ടാക്കിയില്ലേ? എന്തിനിങ്ങനെ ജീവിക്കുക? ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ജീവിതത്തിൽ എത്ര വിലപ്പെട്ട സമയം നമ്മൾ വേസ്റ്റാക്കി കളയുന്നു. നിർത്തി, എല്ലാം നിർത്തി. നീ അടിയും നിർത്തിയോ? നീ പറഞ്ഞൊന്ന് ഒഴിച്ചേ, അതെങ്കിലും അടിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നു. സതീശ പറയടാ. എടാ നീ എവിടാ? എടാ ഞാനേ നമ്മുടെ മനോജിൻ്റെ അവിടുത്തെ ആ പാലച്ചോടില്ലേ, ഞാൻ അങ്ങോട്ടൊന്ന് പോവായിരുന്നു. അവിടെ എന്തുവാ? എടാ, എൻ്റെ മുത്തശ്ശി പണ്ട് പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാലച്ചോട്ട് യക്ഷികൾ വരുമെന്ന്. അതിന്? എടാ, അതിനോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം അവിടെ എന്നെ കെട്ടാൻ പറ്റും. എടാ രമേശ, നീ എടാ വേറെ വഴിയില്ലടാ.